ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആട്ടോ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അത് ഞാൻ ബൻസി റവ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ബൻസി റവ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുപ്പത്ത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകിട്ടു, കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടുന്നുണ്ട്, പിന്നെ കടലപ്പരിപ്പ് കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, വല്ലാതെ അങ്ങ് ബ്രൗൺ ആയി പോകണ്ട. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ഉള്ളി, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ നല്ലതുപോലെ ഫൈനായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ക്യാപ്സിക്കോ ഒക്കെ ഇടണമെങ്കിലൊക്കെ ഇടാം കേട്ടോ. അതൊക്കെ നമ്മൾ കൺവീനിയൻറ്റിനനുസരിച്ച് ഇടാം. എന്നിട്ട് അത് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നല്ലതുപോലെ സോട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക, കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ അരിയാതെ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചേർക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ സോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബൻസി റവ ഉണ്ടല്ലോ, ഇത് ഞാൻ നല്ലതുപോലെ വെള്ളത്തിലൊരു 15 മിനിറ്റിൽ മാത്രം കേട്ടോ, അതിൽ കൂടുതലൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് എന്താ പറയുക, വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക ഒരു 15 മിനിറ്റ്. എന്നിട്ട് അത് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഞാൻ സാധാരണ ഇത് ഉണ്ടാക്കൽ. അങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഉപ്മാവ് കുറച്ചുകൂടി നല്ലതുപോലെ സോഫ്റ്റ് ആയതുപോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെ കുതിർത്ത് വെച്ച് നല്ലപോലെ കഴുകിയെടുത്ത ബൻസി റവയാണ് ഇത്. എന്നിട്ട് അത് എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഈ പാത്രത്തിലേക്ക്, ഉപ്മാവ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അത് നല്ലതുപോലെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി, അത്ര ഇളക്കിയാൽ മതി. വല്ലാതെ അങ്ങനെ നമ്മൾ പൊട്ടണ പോലെ ഒന്നും ആവണ്ട. അത് നല്ലതുപോലെ ഈ ഉള്ളിന്തൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആവണ വരെ ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിൽ വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കുക്കറിൽ ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്, അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക അറിയോ, കുറച്ച് നെയ്യ് ലാസ്റ്റ് ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കാം, വെളിച്ചെണ്ണ ഒഴിവാക്കാം, അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് കേട്ടോ. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് നെയ്യും കൂടി ഈ കുക്കർ അടയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ചേർക്കാറുണ്ട്. അങ്ങനെ അത് ചേർത്തതിന് ശേഷം കുക്കർ നല്ലതുപോലെ അടച്ച് വെക്കുക. ഞാനൊരു 2-3 വിസിൽ അടുപ്പിക്കാറുണ്ട്. എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഇങ്ങനെ നല്ലതുപോലെ വെന്ത് നിൽക്കണ ഉപ്മാവാണ് ഇഷ്ടം, സാധാ റവയാണെങ്കിലൊക്കെ. അങ്ങനെ 2-3 വിസിൽ അടിച്ചതിന് ശേഷം ഞാനിതാ റവ നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്മാവാണ്. നമ്മളെന്ത് ചെയ്യാം, നല്ല ആസ്വദിച്ച് കഴിക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ എപ്പോഴും പുഴുങ്ങിയ പഴമാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ള കോമ്പിനേഷൻ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്കും നല്ല ഇഷ്ടമുള്ള ഒരു ഉപ്മാവാണ്. പക്ഷേ സാധാരണ റവേൻ്റെ ഉപ്മാവ് അവർ തന്നെ കഴിക്കാറില്ല. പക്ഷേ ഈ ഉപ്മാവ്, ബൻസി റവ കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്മാവ് അവർക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു, നല്ല രസമുണ്ടാവും. ഓക്കെ, എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും നല്ലതുപോലെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, സി യു, ബൈ.